നല്ല മാങ്ങ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതുപോലെ രണ്ട് മാങ്ങ എടുത്തൊന്ന് നമ്മൾ തൊലി കളഞ്ഞിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചാലും മതി, ഇല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഞാനിതൊന്ന് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. മാങ്ങ ഇച്ചിരി കഷ്ണമായിട്ടൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൊത്തി അരിഞ്ഞെടുത്താൽ മതി. നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടും. പിന്നെ അതിന് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മാങ്ങ ആദ്യം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇളക്കി വെക്കണം. ഇനി അതിന് തൈര് വേണം, നല്ല പുളിയില്ലാത്ത തൈര്. മാങ്ങയ്ക്ക് പുളി ഉള്ളതുകൊണ്ട് നമ്മൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ അധികം പുളിയില്ലാത്ത കട്ടത്തൈര് എടുക്കണം. അതൊരു 2 സ്പൂൺ ചേർക്കാം. പിന്നെ ഒരു മുറി തേങ്ങ ഉണ്ട്. തേങ്ങയ്ക്കകത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടി ഇച്ചിരി പച്ചക്കടുകും 2 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 5-6 കാന്താരി മുളക്, ഒരു ഇത്തിരി ജീരകം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ മയത്തിലൊന്ന് അരച്ച് മിക്സിക്കകത്ത് നല്ലപോലെ അരച്ചെടുക്കണം. അത് നമ്മൾ വെള്ളം ഒഴിച്ചല്ല അരയ്ക്കുന്നത്, 1 സ്പൂൺ തൈര് ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കണം. പിന്നെ 2 വറ്റൽമുളകും കരിയാപ്പിലയും നമുക്ക് പിന്നെ ഒന്ന് കടുക് പൊട്ടിച്ച് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. ആദ്യം തന്നെ ഞാൻ ഈ മാങ്ങയ്ക്കകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ട് ഇതൊന്ന് ഇളക്കി വെക്കാം. ചില മാങ്ങയിൽ നിന്നൊക്കെ ഒത്തിരി പുളിവെള്ളം ഇറങ്ങും, അതുകൊണ്ട് നമ്മൾ ആദ്യം ഒന്ന് ഉപ്പിട്ട് ഇളക്കി കഴിഞ്ഞ് ഈ തേങ്ങ ഒക്കെ അരച്ച് വരുമ്പോഴത്തേനും വെള്ളം ഇറങ്ങുവാണെങ്കിൽ നമ്മളതൊന്ന്, ഒത്തിരി പുളിയുള്ളതാണ്, പിഴിഞ്ഞൊന്ന് കളയുവാണെങ്കിൽ നല്ലതാണ്. നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് ഈ തേങ്ങയും കടുകും ജീരകവും കാന്താരിമുളകും എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. നമുക്കിതിനകത്ത് ഇപ്പോൾ 1 സ്പൂൺ ഞാൻ തൈര് ഒഴിച്ചായിരിക്കാം. നമ്മൾ വെള്ളം ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ തന്നെ അരികയല്ല, അത് കാരണം ഇനി നമുക്ക് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കാം. തേങ്ങ നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ മാങ്ങ ഉപ്പിട്ട് വെച്ചതിനകത്ത് ചേർക്കാം. അതിനകത്ത് അധികം പുളിവെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പിഴിഞ്ഞ് കളയുന്നില്ല. നമുക്കിതിനകത്തോട്ട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് 2 സ്പൂൺ തൈരും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. ഈ തൈരും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ പുളിയൊക്കെ ഒന്ന് നോക്കണം. തൈരിന് ആവശ്യമുണ്ടെങ്കിൽ ഇത്തിരി തൈരും കൂടിയും ചേർക്കണം. ഉപ്പും ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചെക്ക് ചെയ്യുന്നതിനൊക്കെ അതിന് മുമ്പിൽ നമുക്ക് ചെക്ക് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. നമുക്കിതൊന്നും ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതുകൊണ്ട് ഈ പരുവത്തിലേ ഇരിക്കാവുള്ളൂ, നീണ്ടു പോകല്ലേ. നമ്മളിത് ചാറുകറിയായിട്ടല്ല കൂട്ടുന്നത്, അത് കാരണം നമുക്ക് ചോറിനൊക്കെ ഈ മാങ്ങാ പച്ചടി ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റായിരിക്കും ചോറുണ്ണാൻ. ഇതുപോലെ ഇരുന്നാൽ മതി. ഇനി നമുക്ക്, ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കി 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വറ്റൽമുളകും കരിയാപ്പിലൊക്കെ ഒന്ന് കടുക് വറുത്തിടാം. പാൻ ചൂടാക്കി നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുവാണെങ്കിൽ നല്ലതാണ്. ഈ പച്ചടിക്കൊക്കെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വറ്റൽമുളകും കരിയാപ്പിലയും കൂടെ ഇടാം. നമ്മളിത് ഈ തൈരിനകത്തോട്ട് ചൂടോടെ ഒഴിക്കല്ലേ, ഇത്ര മതി. ഒത്തിരി നേരം ഇട്ടാൽ വറ്റൽമുളകെല്ലാം അങ്ങ് കരിഞ്ഞു പോകും. നമുക്ക് ഓഫാക്കാം. ഇച്ചിരി ഒന്ന് എണ്ണ ഒന്ന് ചൂടാറിയിട്ട് വേണം തൈരിലോട്ട് ചേർക്കാൻ. നമുക്കിതിപ്പോൾ ഈ തൈരിനകത്ത് ചേർക്കാം. നമ്മുടെ മാങ്ങ പച്ചടി നല്ല റെഡി ആയിട്ടുണ്ട്. ഇന്ന് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലേ. വേറെ ഒരു റെസിപ്പി ആയിട്ട് ഞാൻ പിന്നെയും വരാം.